ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. ഇതാ ഇന്നിവിടെ ഭയങ്കര മഴയാട്ടോ. നിങ്ങൾക്ക് അവിടെ മഴയൊക്കെ ഉണ്ടോ? ഞാനിപ്പോൾ 4 മണിക്കത്തേക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ടാണ്. രാവിലെ അരച്ച് വെച്ച രാവിലെ ഉണ്ടാക്കിയ ദോശയുടെ മാവ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ടേ. അപ്പോൾ ഇതേപോലെ കുറച്ച് മാവുണ്ട്. ആ മാവിൻ്റെ അകത്തേക്ക് ഞാനൊരു ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 ഉള്ളി, ഇച്ചിരി പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ മാവിൻ്റെ അകത്തേക്ക് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് ഞാൻ ക്യാരറ്റ് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഉള്ളിയോ സവോളയോ ഏതാ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഇനി ബീൻസ്, പച്ചക്കറികൾ, ബീൻസ് വേണമെന്നുണ്ടെങ്കിൽ ബീൻസ് എടുക്കാം, പയർ വേണമെങ്കിൽ പയർ എടുക്കാം. ഇതെല്ലാം വളരെ ചെറുതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം കേട്ടോ. ക്യാബേജ് വേണമെങ്കിൽ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് മാവിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് അരിഞ്ഞിടാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. എല്ലാം ഞാനിത് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടെ നമ്മൾ ചേർക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നിങ്ങളെടുക്കുന്ന മാവ് എന്തോരം ഉണ്ടോ അതനുസരിച്ച് സാധനങ്ങൾ എടുക്കുക. ഇതിൻ്റെ അകത്ത് മല്ലിയിലയോ അല്ലെങ്കിൽ പുതിനയിലയോ ഒക്കെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതൊക്കെയാണോ അതൊക്കെ ചേർത്ത് ഇതേപോലെ നമുക്ക് കലക്കിയെടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കാം കേട്ടോ. ഇപ്പം തന്നെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കാം. അതിലേക്ക് ഞാൻ ദോശക്കല്ലല്ല വയ്ക്കുന്നത്, ഇതേപോലത്തെ ഉണ്ണിയപ്പച്ചട്ടിയാണ് വയ്ക്കുന്നത്. അതൊന്ന് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് ചൂടാവട്ടെ. ചൂടാവുമ്പോൾ എല്ലാ കുഴിയിലും നമുക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴിയിലും ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, എണ്ണയൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഓരോ തവി വീതം വെച്ച് കോരി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇത് മൊത്തം ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. ഇത് കുറേശ്ശെ ഇങ്ങനെ മൂത്ത് തുടങ്ങി. അപ്പോൾ അതൊന്ന് മറിച്ച് നമുക്കിടണം. ഇതൊന്ന് നമുക്കൊന്ന് മറിച്ചിടാം. ഇതിങ്ങനെ എടുത്ത് നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. ഇങ്ങനെ മറിച്ചിടുക. ആയത് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. ആകാത്തത് എടുക്കരുത്. എടുക്കുമ്പോൾ അതിങ്ങനെ വെള്ളം പോലെ ഒഴിച്ചിരിക്കുള്ളൂ. ഇത് മറിച്ചിട്ടാലേ ഇതിൻ്റെ അകവും കൂടെ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഇതേപോലെ ഇതെല്ലാം ഒന്ന് മറിച്ചിടാം. ഇതെല്ലാം ഞാനിത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. മറിച്ചിട്ട് ഒരു ഇച്ചിരി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പരുവത്തിനായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നും ഇതേപോലെ എടുക്കാം. ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. ഇത് നല്ല പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇത് രസമാണ് കഴിക്കാനൊക്കെ ആയിട്ട്. ഏത് കഴിക്കില്ലാത്ത പിള്ളേർ ഇത് ഓരോന്നെടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നോളും. നല്ല രസമായിട്ട് പിള്ളേരൊക്കെ ഇത് കഴിച്ചോളൂ കേട്ടോ. അതുപോലെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇതേപോലത്തെ ചെറിയ ദോശകൾ, പച്ചക്കറി കഴിക്കില്ലാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇപ്പം 4 മണിക്ക് ചെറിയ സ്നാക്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ മാവ് ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഏത് പച്ചക്കറി വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.